പൊന്നുമ്മ സഹോദരന്മാരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച അതുപോലെ തന്നെ ചില മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇവിടെ കുറച്ച് ഫിത്നയുണ്ട്. എന്താ, ഞാൻ ഇമാമ് ഉറക്ക ദുആ ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് പറ്റൂല ഉറക്ക ദുആ ചെയ്യാൻ. എന്തുകൊണ്ട്? ഫിത്ന ഉണ്ടാക്കാനും ഫസാദ ഉണ്ടാക്കാനുമുള്ള താല്പര്യത്തിലാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സുഖയില്ല, പറ്റൂല, മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കാം. ഇനി അതല്ല, പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കാൻ ഉദ്ദേശമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പതുക്കെ ദുആ ചെയ്യാൻ എനിക്ക് സൗകര്യമുള്ളൂ. എന്തുകൊണ്ട്? അതെ, ഞാൻ പഠിച്ച ഷാഫി മദ്ഹബിന്റെ കിതാബ് എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ ദുആ ചെയ്യണമെന്നാണ്. എന്റെ പിറകെ നമസ്കരിക്കുന്ന, എന്റെ ഇമാമത്തിന് ശേഷം സലാമത്തിന് ശേഷം എന്റെ പിറകെ നമസ്കരിക്കുന്ന മസ്ബൂക്കിങ്ങൾക്ക് എന്റെ ദുആ ഇടങ്ങേറാകണമെങ്കിൽ ആ ദുആ ഹറാം എന്നാണ് ഫത്ഹുൽ മുഈൻ പറയുന്നത്. ഇത് കേരളത്തിലെ ഫത്വ ഷാഫി മദ്ഹബിന്റെ ചെറിയൊരു കിതാബ്, ഫത്വ കിതാബ്. ആ കിതാബ് പഠിപ്പിക്കുന്നതും അതെ, എന്റെ ദുആ പിറകിൽ മസ്ബൂക്കായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് ഇടങ്ങേറുണ്ടാക്കുമെങ്കിൽ ആ ദുആ ഹറാം എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹറാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല, പറ്റാത്ത തന്നെയാണ്. അതിന്റെ പേരിൽ ഏത് നടപടി നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്റെ റിസ്ക് പഠിച്ചോണ്ട് കഴിക്കാം, ആർക്കും എനിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കുറെ ആൾ ഒച്ചപ്പാടുണ്ടാക്കി വിചാരിച്ചിട്ടോ കുറെ ബഹളുണ്ടാക്കി വിചാരിച്ചുകൊണ്ടോ എനിക്ക് കമ്മിറ്റിക്കാർ നേരെ വന്ന് പറഞ്ഞു വെച്ചാലോ ഇല്ല, ഈ പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാവില്ല. പരിഹാരം എന്താണ്? ഞാൻ ദുആ ചെയ്യും. എന്തുകൊണ്ട്? ഈ ഷാഫി മദ്ഹബിന്റെ ഫത്വയിൽ പറഞ്ഞ പോലെ എന്റെ ദുആ ആരെങ്കിലും പഠിക്കാൻ കാരണമാകുമെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷെ ആ ദുആ മറ്റുള്ള നമസ്കാരക്കാർക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ ഹറാമായിട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ പതുക്കെ ചെയ്യുള്ളൂ. ഇതിന് ഇനി പൂർണ്ണ വിഷയം വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പിന്നെ എന്റെ പൊന്നു സഹോദരന്മാരെ, ഏത് വിദഗ്ധും ഏത് ശിർക്കും ഏത് കുഫറും തോന്നിയ മസ്ത നടക്കുമ്പോ അതിനൊക്കെ പുഞ്ചമടക്കി നോക്കി നിന്നിട്ട് കൈമടക്കിന്റെ കാര്യത്തിൽ മാത്രം തർക്കിക്കാൻ അത് വേറെ നോക്കിക്കൊള്ളുക. നമ്മുടെ കൈമടക്ക് കിട്ടുമ്പോ ആ കൈമടക്കി കുറയാൻ പാടില്ല. 5 വയസ്സ് കുറയും, ഭയങ്കര മകളായിരിക്കും. കണ്ട ശിർക്കും കുഫറും തോന്നിയ മസ്ത നടന്നാൽ മൗനം, ഒരക്ഷരം ഉണ്ടൂല. അതിന് അങ്ങനെയുള്ള ആൾക്കാരെ നോക്കുക. ഇവിടെ ഏത് വിദ്യാർത്ഥികളുണ്ടോ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആനെയും തിരുസുന്നത്തിന്റെയും 4 മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചനുസരിച്ച് ഏത് വിദ്യാർത്ഥിയുണ്ടോ ആ വിദ്യാർത്ഥി ഇല്ലാതാക്കും ഇൻഷാ അല്ലാഹ് എന്റെ ആയുസ്സിന്റെ കാലത്തോളം. നിങ്ങൾക്ക് പറ്റൂലേ? ഇപ്പൊ തന്നെ പറയാം, ഉസ്താദ് അടുത്ത ജുമക്ക് വേണ്ട, അൽഹംദുലില്ലാഹ് ഞാൻ പോയിക്കോളാം. എന്റെ റിസ്ക് പഠിച്ചോതുകയാണ്. എന്റെ ആയുഷ്കാലം മൊത്തം ഈ സ്റ്റേഡിയമിലെ ജോലിയോട് ഞാൻ ഒരു കരാർ ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് ദീൻ പറയാനേ പറ്റുള്ളൂ, ദീൻ വെച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും മാലിന്യങ്ങളും പണ്ഡിത വ്യവസായികളും എന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ അത് പ്രവർത്തിക്കാൻ പറ്റൂല. ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു, ബഹുമാനപ്പെട്ട അയിമ്മത്തുൽ മുജ്തഹിദീൻ 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്ത് പറയുന്നു, അത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ജുമ കഴിഞ്ഞ ഉടനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ഇഷ്ടമായിട്ട് അറിയണോ വന്നോളൂ, എപ്പോഴും ഓപ്പൺ ആണ് ഡോർ, ആർക്കും വരാം. കിതാബോട് പറഞ്ഞു തരും. ഇനി ശരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഉച്ചത്തിൽ ദുആ ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ നമുക്ക് 5 ദുആ ചെയ്യാം. തെളിയിക്കണം. ഇന്ന കിതാബിൽ ഇതാ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ ലൈനില് ഉസ്താദെ ഉറക്കെ ദുആ ഇറക്കണം, ഉറക്കെ അഫ്ലിക്കൊക്കെ പറയണമെന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ തെളിയിച്ചാൽ, എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന കിതാബിൽ തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നോക്കാം. അതല്ലാത്ത കാലത്തോളം ആരെങ്കിലും മുടക്കം ഒച്ചയുണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ച് എനിക്ക് കമ്മിറ്റിക്കാരടങ്ങളൊക്കെ വെച്ചുകൊണ്ട് തീർത്താൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശത്തിന്റെ പേര് ജായിസായ അനുവാദമുള്ളതിന്റെ പേര് മാത്രം പതുക്കെ ചൊല്ലുള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചു എന്നൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണോ കിതാബ് പറയുന്നത് അതനുസരിച്ച് ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും എന്താണോ നമ്മോട് പറയുന്നത് അത് പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് മരണം വരെ ജീവിച്ച് യഥാർത്ഥ മുത്തക്കികളെ മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.